അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട അധ്യാപകർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുസ്ലിമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ജീവിത ലക്ഷ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം നേടുക എന്നാണല്ലോ. അത്തരത്തിൽ സ്വർഗം നേടുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അമലുകളും സൽസ്വഭാവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിൽ 3 കാര്യങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഫാറഖ റൂഹു ജസദുഹു, ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ടു പോയാൽ, ഫഹുവ ബരീഉ മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട്, മിനൽ കിബ്ർ, അഹങ്കാരം, വദ്ദൈന്, കടം, അൽ ഉലൂല്, ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയിട്ടുള്ള സമ്പത്ത്, വജബത ലഹുൽ ജന്ന, അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഉറപ്പാണ്. അവ ഖാല ലഹുൽ ജന്ന, അല്ലെങ്കിൽ അവനക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കൊണ്ട് മരിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നാമതായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കിബ്ർ, അഹങ്കാരം. എന്താണ്? സത്യം മനസ്സിലായിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുകയും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വില കുറച്ച് കാണുകയും, ഉദാഹരണമായിക്കൊണ്ട് കുറച്ച് സമ്പത്തുകൾ ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ അധികാരങ്ങൾ ലഭിക്കുമ്പോഴോ നാം മറ്റുള്ളവരെ വില കുറച്ച് കാണുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദൈന്, കടം. നമ്മൾ പലരും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കടം മേടിക്കുന്നവരാണല്ലോ. എന്നാൽ ആ കടം മേടിച്ചതിന് ശേഷം അത് തിരിച്ചു കൊടുക്കാൻ പ്രാപ്തി ഉണ്ടായിട്ട് കൂടെയും നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് അവധി നീട്ടുകയും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കടബാധിതരാവാതിരിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അൽ ഉലൂല്, ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേരിട്ടുള്ള സമ്പത്ത്. ഈ ആധുനിക കാലഘട്ടത്തിൽ പലരും തെറ്റായ മാർഗങ്ങളിൽ സമ്പാദിക്കുന്നുണ്ട്. ഉദാഹരണമായിക്കൊണ്ട് തെറ്റായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അതുപോലെ തന്നെ പലതരം സ്കാമുകളും മറ്റുള്ളവരെ പറഞ്ഞും പറ്റിച്ചും വഞ്ചിച്ച് നേടുന്ന സമ്പത്ത്. ഇങ്ങനെ നേടുന്ന ഒരു സമ്പത്ത് നമുക്ക് ഭാവിയിൽ ഉപകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നേരായ മാർഗത്തിന് മാത്രം പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളിൽ നിന്നും ഏതൊരു വ്യക്തിയാണോ ഒഴിവായിക്കൊണ്ട് മരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.